ഇപ്പോൾ സജി നന്ദിയാട്ട് നിർമ്മാതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി നന്ദിയാട്ട്, ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകിയ സുപ്രീം കോടതി ഉത്തരവിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, അത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, വിചാരണ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്റെ ഒരു ചോദ്യം ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സുപ്രീം കോടതിയിൽ ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പൾസർ സുനിക്ക് കാലാകാലങ്ങളിൽ അവിടെ വാദിക്കാൻ വക്കീലിനെ ഇടപാട് ചെയ്തപ്പോൾ ഇത്രയും രൂപ എവിടുന്നാണ് സാധാരണക്കാരനായ ഒരു പൾസർ സുനിക്ക് ലഭിച്ചത്? അതിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നു. 87 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചു. കാരണം എന്താണ്? 12,600ഓളം തെളിവുകൾ അവർ ഹാജരാക്കിയതിന് അതിന് ക്രോസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് അത്രയും ദിവസം നീണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഈ കാര്യത്തില് ഉടനെ തന്നെ വിചാരണ നീണ്ടുപോയ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജാമ്യം കിട്ടിയതിന് നമുക്ക് ഒരു താല്പര്യവും നമ്മളെ സംബന്ധിച്ചോളില്ല. കാരണം ഫസ്റ്റ് ജാമ്യം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ അത് ലോ ഓഫ് ദി സ്റ്റേറ്റ് ആണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ചോദിച്ച ചോദ്യമാണ്, പൾസർ സുനിക്ക് നിയമപരമായ കാര്യങ്ങൾക്ക് പോകാൻ ഒരു സുപ്രീം കോടതിയിൽ ഒരു വക്കീലിനൊക്കെ ഇടപാട് ചെയ്യാന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുടെ കളിയാണ്. ഈ പണം എവിടുന്ന് ലഭിച്ചു എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ? ആരെയാണ് താങ്കൾക്ക് സംശയം? അല്ല, ഇതിനകത്ത് പറഞ്ഞല്ലോ, അതിനകത്ത് സംശയങ്ങൾ പലരെയും ഉണ്ടല്ലോ. ഇതിനകത്ത് അവർ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത്. ഇതിനകത്ത് കേസിൽ ഏതെങ്കിലും തരത്തിൽ ദിലീപുമായി പൾസർ സുനിക്കുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ സ്ഥാപിച്ചാൽ മാത്രമേ ദിലീപ് ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ നടന് പണം കൊടുക്കാല്ല, ഈ പൾസർ സുനിക്ക് പണം കൊടുത്തിട്ടാണ് എന്നാണ് ആരോപണം. ആ ആരോപണം സത്യമാണെങ്കിൽ പണം കൊടുത്തതിന് തെളിവ് വേണം. ഇത്തരം തെളിവുകൾ ഹാജരാക്കുന്ന പക്ഷം മാത്രമേ ദിലീപ് ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെയോ അന്തർനാടകങ്ങൾ കളിക്കുന്നുണ്ട്, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ദിലീപല്ല, മറ്റേതോ കേന്ദ്രങ്ങളാണ് പൾസർ സുനിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള പണം നൽകുന്നത്? അല്ല, ദിലീപിന്റെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം എപ്പോഴും നിരീക്ഷണത്തിലാണല്ലോ. ദിലീപ് 2012 മുതലുള്ള എല്ലാ കാര്യങ്ങളും, ദിലീപിന്റെ ബാങ്ക് അക്കൗണ്ടുകള്, ദിലീപിന്റെ നേരിട്ട് കൊണ്ടുപോയി പൈസ കൊടുക്കുക അല്ലല്ലോ ചെയ്യുക, ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ വഴി പൈസ കൊടുക്കുക അല്ലല്ലോ ചെയ്യുക. അല്ല, അതെ, അത് സ്വാഭാവികമായി അത് അന്വേഷിക്കാൻ പറ്റുമല്ലോ. ഇത്രയും രൂപ. എന്റെ ചോദ്യം, താങ്കൾ ഇതിൽ എന്തായാലും ദിലീപിനെ സംശയിക്കുന്നില്ല താങ്കൾ? ഇല്ല, ഞാൻ ദിലീപിനെ സംശയിക്കുന്നില്ല. കാരണം ഇപ്പൊ തന്നെ പറഞ്ഞെന്താണ്, ദിലീപിന്റെ വക്കീൽ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നല്ലേ പൾസർ സുനിയുടെ വക്കീലായ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പൊ പൾസർ സുനിക്ക് ജാമ്യത്തിന് അനുകൂലമായ സാഹചര്യമാക്കിയത്. അല്ല, അതിന്റെ പേരിൽ കേസ് ദിലീപിന്റെ വക്കീലിനെ കോടതിയില് ക്രോസ് വിസ്താരം നടത്താനും സാക്ഷികളെ വിസ്തരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല നന്ദിയാട്ടെ, ഇത് വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് ദിലീപ് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ ഉപാധികൾ വെക്കുന്നു, ഓരോരോ ഇടപെടൽ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ചത് കേട്ടില്ലേ, എപ്പോഴേക്ക് ഈ വിചാരണ പൂർത്തിയാകും, സമയബന്ധിതമായി പൂർത്തിയാകുമെന്ന് ഉറപ്പാക്കാൻ കഴിയും? അപ്പോഴും പറയുന്നത്, സർക്കാർ പറയുന്നത്, നടനിന് ചിലപ്പോൾ പുതിയ വ്യവസ്ഥകളുമായി വരാനിടയുണ്ട് എന്നാണ്. അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയാണ് ഇവിടെ ഉള്ളതും. അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അത് നമുക്ക് ഇഷ്ടമനുസരിച്ച്, നമ്മുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനമല്ല. സംസ്ഥാന സർക്കാരിന് അതുകൊണ്ടാണ് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് സുപ്രീം കോടതിയോട് പറയേണ്ടി വരുന്നത്. ദിലീപ് വെറുതെ പോയി സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്യായിരുന്നല്ലോ. ദിലീപിൻ്റെതായ കാര്യങ്ങൾ കൊടുത്തപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിക്കുന്നു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് നടൻ ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകുമെന്നാണ്. അതിന്റെ ആനുകൂല്യം പൾസർ സുനിക്ക് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ ആർക്ക് വേണ്ടി സഹായകരമായ നിലപാടെടുക്കുന്നു നന്ദിയാട്ടെ? അല്ല, എങ്ങനെ പറഞ്ഞു വ്യാഖ്യാനം? അപ്പൊ ഞാൻ പറയില്ല, ആടിനെ പട്ടിയാക്കി തനിക്കൊല്ലാമല്ലോ. അതല്ലല്ലോ ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള എന്താണ് അന്തർനാടകം എന്ന് അറിയണ്ടേ? ശരി നന്ദിയാട്ടെ, നന്ദി പ്രതികരിച്ചു.